പത്തനംതിട്ട മെഡിക്കൽ കോളേജിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സിവിൽ ജോലികൾ പൂർത്തിയായാലുടൻ പോസ്റ്റ്മോർട്ടത്തിനുള്ള സംവിധാനം മെഡിക്കൽ കോളേജിൽ KMSCL ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കാൻ കഴിയണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. കോളേജ് കെട്ടിടം, ക്വാർട്ടേഴ്സുകൾ, ലക്ഷ്യ ലേബർ റൂം എന്നിവ സെപ്റ്റംബറോടെ പൂർത്തിയാകും. നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷത്തോടെ പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോന്നി മെഡിക്കൽ കോളേജിനായി സൃഷ്ടിച്ച തസ്തികകളിൽ ഉടൻ നിയമനം പൂർത്തിയാക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആംബുലൻസ് സേവനം ഉറപ്പാക്കണം. എക്സ്റേയുടെയും CT സ്കാനിങ്ങിന്റെയും പ്രവർത്തന സമയം വർദ്ധിപ്പിക്കണം. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ജീവനക്കാർ യഥാസമയം ജോലിക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. മെഡിക്കൽ കോളേജിലേക്ക് കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. KU ജനീഷ് കുമാർ MLA, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, ജില്ലാ കളക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചില വിഭാഗങ്ങൾക്ക് അമിതമായ പ്രാതിനിധ്യം ലഭിക്കുന്നത് അന്വേഷണ വിധേയമാക്കണമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി B. ദിനകരൻ. പട്ടികവർഗ, ദുർബല, പിന്നോക്ക വിഭാഗങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻമന്ത്രി K. രാധാകൃഷ്ണൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടി അനുസരിച്ച് ചില വിഭാഗങ്ങൾക്ക് അമിതമായ പ്രാതിനിധ്യം നൽകുന്നതും മറ്റു വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സംവരണ ആനുകൂല്യം പോലും ലഭിക്കാത്തതിനെക്കുറിച്ചും അന്വേഷണം നടത്തി കുറവ് പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ V. ദിനകരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 316 സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 5,45,423 ഒഴിവുകൾ 215 സമുദായങ്ങൾക്ക് നൽകിയപ്പോൾ അതിൽ നിരവധി അപാകതകൾ കടന്നുകൂടിയിട്ടുള്ളതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കുറേ വർഷങ്ങളായിട്ട് ഇത് ഞങ്ങളെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നതാണ്. എന്തായാലും മുൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ അദ്ദേഹം പോകുന്നതിന് മുൻപ് തന്നെ ഇത് വെളിപ്പെടുത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 5,45,423 ജീവനക്കാർ ഉണ്ട് എന്നാണ് ഗവൺമെൻറ് ഈ കണക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 5,45,423 ജീവനക്കാരെന്ന് പറഞ്ഞാൽ ക്ലാസ് 1, 2, 3, 4 ഈ 4 കാറ്റഗറിയിലും കൂടിയാണ് ഈ 5,45,423 പറയുന്നത്. ഇവിടെ കൊടുത്ത ലിസ്റ്റിൽ ഓരോ സമുദായത്തിനും കിട്ടിയ അംഗസംഖ്യ കാണിച്ചിട്ടുണ്ട്. പ്രബല, മുന്നാക്ക, പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണ സീറ്റിലെയും ജനറൽ സീറ്റിലെയും സീറ്റുകൾ അധികമായി ലഭിച്ചപ്പോൾ സംവരണമനുസരിച്ചുള്ള സീറ്റ് പോലും പട്ടികവർഗ, ദുർബല, പിന്നാക്ക വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ കുറവ് പരിഹരിക്കുവാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സർക്കാർ തയ്യാറാകണം. സംവരണ സീറ്റിലും ജനറൽ സീറ്റിലും പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തതിനെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ദിനകരൻ ആവശ്യപ്പെട്ടു. കോട്ടയം ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണ പരിപാടികൾ സമാപിച്ചു. പരിപാടിയുടെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും സമാപന യോഗത്തിൽ വിതരണം ചെയ്തു. ജൂൺ 19 മുതൽ നടന്ന വായനാ പക്ഷാചരണ പരിപാടികളുടെ ഭാഗമായി സാഹിത്യ ക്യൂസ്, സെമിനാറുകൾ, പുസ്തക ശേഖരണം, പുസ്തക ചർച്ച, സാംസ്കാരിക സമ്മേളനം, സാക്ഷരതാ രംഗത്ത് മികച്ച സേവനം നൽകിയവരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോട്ടയം BRC ഹാളിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PM അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു. വിവിധ മത്സരങ്ങളിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ TS ഷംന, സിനി ജോൺസൺ, B ഇന്ദിര, TS അനൽകുമാർ, J വിമല, KC സജീവ്, രഹ്ന രാജ്, സിന്ധു രവീന്ദ്രൻ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീൽഡ് നൽകി അനുമോദിച്ചു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ R സിംല, താര തോമസ്, PK ബിന്ദു, TN രാധാകൃഷ്ണൻ, R സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഭാഗമായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാടിന്റെ ഗ്രാജുവേഷൻ ഡേ 2024 ജൂലൈ 13 നടത്തുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യൂണിവേഴ്സിറ്റിയുടെ കളമശ്ശേരിയിലുള്ള പ്രധാന ക്യാമ്പസിലാണ് ബിരുദ സമർപ്പണ ചടങ്ങുകൾ. 1999 ഒക്ടോബർ 25-നാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. ഈ വർഷം നമ്മൾ അതിൻ്റെ രജത ജൂബിലിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ്, പക്ഷേ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ബിരുദദാന ചടങ്ങ്, ഗ്രാജുവേഷൻ സെറിമണി നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അത് കുസാറ്റിൻ്റെ മെയിൻ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെ നടത്തണമെന്നുള്ളതാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും അധ്യാപകരുടെയും ഒക്കെ ആഗ്രഹം. അതനുസരിച്ച് നമ്മൾ ഈ മാസം 13-ാം തീയതി ശനിയാഴ്ച 10:30 കുസാറ്റിൻ്റെ സെമിനാർ കോംപ്ലക്സിൽ വെച്ചിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സാബു തോമസ് സാറാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ലോകം അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ലോകം അറിയപ്പെടുന്ന നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വളരെ പ്രഗത്ഭനായ ഒരു സയൻറ്റിസ്റ്റ് കൂടെയാണ്. 2023-24 അധ്യയന വർഷത്തിൽ കോളേജിലെ വിദ്യാഭ്യാസ പ്രോഗ്രാമുകളായ BTech, MCA, PhD എന്നിവയിൽ പരീക്ഷകൾ വിജയിച്ച് ഡിഗ്രി കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ബിരുദ സമർപ്പണം ചെയ്യുന്ന ചടങ്ങാണ് ഗ്രാജുവേഷൻ ഡേയിൽ നടത്തപ്പെടുന്നത്. യൂണിവേഴ്സിറ്റിയുടെ BTech പ്രോഗ്രാമുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ 1ാം റാങ്ക് ജേതാക്കളായ പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിലെ അഭിനവ് റിജിത്ത്, S. അഞ്ജന എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ലോക പ്രശസ്ത നാനോ സയന്റിസ്റ്റുമായ ഡോക്ടർ സാബു തോമസ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ PG ശങ്കരൻ, രജിസ്ട്രാർ ഡോക്ടർ ശിവാനന്ദൻ ആചാരി, ഡീൻ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ്, ഡീൻ ടെക്നോളജി, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, കോളേജ് പ്രിൻസിപ്പൽ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R. ആശാലത, കൺവീനർ ഡോക്ടർ N. സുനിൽകുമാർ, ഡോക്ടർ ഷൈനി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഏവരെയും കണ്ണീരിലാഴ്ത്തുന്നതായിരുന്നു പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ ഫാദർ ജോർജ് വലിയ വീട്ടിലിന്റെ വിയോഗം. സംസ്കാര ശുശ്രൂഷകൾ ജൂലൈ 12 വെള്ളിയാഴ്ച രാവിലെ 9-ന് പുളിങ്കുന്നിലെ കുടുംബ വീട്ടിൽ ആരംഭിക്കും. 83 വയസ്സായിരുന്നു. കോലഞ്ചേരി ട്രാവൻകൂർ ഫൗണ്ടേഷന്റെ റാഹേൽ ഹോമിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു ഫാദർ ജോർജ് വലിയ വീട്ടിൽ. തിങ്കളാഴ്ച രാവിലെ 8:30 കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലായിരുന്നു നിര്യാണം. 1969 പൗരോഹിത്യം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വിവിധ പള്ളികളിലും വിദേശത്തെ വിവിധ പള്ളികളിലും അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ രംഗത്തെ പ്രവർത്തനങ്ങളാണ് അച്ഛനെ ഏറെ ശ്രദ്ധേയനാക്കിയത്. ലത്തൂർ ഭൂകമ്പ ബാധിതരെ സഹായിച്ചുകൊണ്ടായിരുന്നു അച്ഛൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കം. അഗതി മന്ദിരങ്ങൾക്കുള്ള സഹായം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം എന്നിവയെല്ലാം അച്ഛൻ തുടർച്ചയായി ചെയ്തു പോന്നിരുന്നു. പുളിങ്കുന്നിൽ പടക്കശാലയ്ക്ക് തീപിടിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 10,000 രൂപ വീതവും അച്ഛൻ സഹായം നൽകിയിരുന്നു. പൗരോഹിത്യ സുവർണ ജൂബിലി വർഷത്തിൽ പുളിങ്കുന്നിലെ 5 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനും അച്ഛൻ തയ്യാറാവുകയുണ്ടായി. അച്ഛൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ചിത്തിപ്പുഴ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷകൾ വെള്ളിയാഴ്ച രാവിലെ 9-ന് പുളിങ്കുന്നിലെ കുടുംബ വീട്ടിൽ ആരംഭിക്കും. തുടർന്ന് പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ സംസ്കാര കർമ്മങ്ങൾ നടക്കും. പഠിപ്പിക്കാൻ അധ്യാപകരില്ല, വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാൾ ഓഫീസ് ഉപരോധിച്ചു. ആലപ്പുഴ വണ്ടാനത്ത് പ്രവർത്തിക്കുന്ന ഫാർമസി കോളേജിലെ 200ഓളം വിദ്യാർത്ഥികളാണ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കാതിരിക്കുക, അധ്യാപക നിയമനം ശക്തമാക്കുക, അധ്യാപക നിയമനം ശക്തമാക്കുക. നടപടി വേണം, നടപടി വേണം, ഉടനടി ഞങ്ങൾക്ക് നടപടി വേണം. 5 അധ്യാപകരുടെ കുറവ് കാരണം ആരോഗ്യ സർവകലാശാല കോളേജിന്റെ അംഗീകാരം 3 മാസം മുൻപ് റദ്ദാക്കിയെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവസാന വർഷം ബിഫാം ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഉടൻ തുടങ്ങും. 31-ന് പരീക്ഷ അവസാനിക്കും. ഫാർമസി പ്രാക്ടീസ് പഠിപ്പിക്കാൻ അധ്യാപകനില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ സ്വന്തമായി പഠിച്ചാണ് പരീക്ഷ എഴുതേണ്ടത്. ഫാർമസി പ്രാക്ടീസ് അധ്യാപകൻ വിദ്യാർത്ഥികളുടെ റെക്കോർഡുകൾ പരിശോധിച്ച് അംഗീകാരം നൽകിയിട്ടുമില്ല.
അധ്യാപകർ കുറവുള്ളതിനും സിലബസ് പൂർത്തിയാക്കാത്തതിനുമെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസ് പടിക്കൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാൻ ആൾക്കാരില്ല. ഫാർമസി പ്രാക്ടീസറുടെ പോസ്റ്റിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് KHSന്റെ അഫിലിയേഷൻ റിന്യൂ ചെയ്ത് കിട്ടിയിട്ടില്ല. ഇവിടെ 8th സെമിസ്റ്റർ കുട്ടികൾ എക്സാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അഫിലിയേഷൻ ഇല്ലാണ്ട് ഒരു എക്സാം എഴുതാണ്. 7th സെമിസ്റ്റർ സ്റ്റുഡൻസ് സെപ്റ്റംബറിൽ എക്സാം എഴുതും. ഇവിടെ ഫൈനൽ D ഫാം കുട്ടികളുണ്ട്, ഫൈനൽ B ഫാം കുട്ടികളുണ്ട്. ഞങ്ങൾക്കൊന്നും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല. ഇവിടെ 21 ടീച്ചേഴ്സ് വേണ്ട പോസ്റ്റിൽ 18 പേരെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പൊ 13 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് ഫാർമസി പ്രാക്ടീസർ സബ്ജക്ട് ഒരു ടീച്ചറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. അത് കിട്ടാണ്ട് കഴിഞ്ഞ ഡിസംബറിൽ പ്രശ്നം പറ്റിയതാണിത്. ഞങ്ങൾ കുറെ ലെറ്റേഴ്സ് ഞങ്ങൾ അയച്ചു, DMEക്ക് അയച്ചു, ഞങ്ങൾ യൂണിവേഴ്സിറ്റീസ് അയച്ചു, പ്രിൻസിപ്പൾ മാസങ്ങളായിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കണം. പക്ഷെ ഇതുവരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മാസങ്ങളായിട്ട് ഞങ്ങൾ ഇതിന് പിന്നാലെ നടക്കണം. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഫൈനൽ സ്റ്റുഡൻസ്, അതായത് ഞങ്ങൾ സീനിയർ ബാച്ച് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. പക്ഷെ അവർ എൻട്രൻസ് ക്വാളിഫൈഡ് ആണ്. നൈപ്പറിൽ അവർക്ക് സീറ്റ് മീൻസ് എയർ ഇന്ത്യ റാങ്ക് വരെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതുപോലും ആശങ്കയിലാണ്. കാരണം എന്താ, ഇവിടെ അഫിലിയേഷൻ ഇല്ലാത്തൊരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ PGക്ക് പഠിക്കാൻ പോകും? ഞങ്ങൾ ഇത്രയും 200ഓളം കുട്ടികളെ ഭാവി ഇവിടെ ആശങ്കയിലാണ്, ചോദ്യചിഹ്നത്തില. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? PSC റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഗസ്റ്റ് അധ്യാപകനെ ഒഴിവാക്കി. ആലപ്പുഴ കോളേജിൽ ഫാർമസി പ്രാക്ടീസ് പഠിപ്പിക്കാൻ അധ്യാപകർ ഇല്ലാത്ത വിവരം കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ പലതവണ ധരിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഫാർമസി പ്രാക്ടീസ് കൂടാതെ സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് ഫാർമസി, സോഷ്യൽ ഫാർമസി, പാത്തോഫിസിയോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, HNCP അധ്യാപകരുടെ ഒഴിവുകളാണുള്ളത്. 20 വിദ്യാർത്ഥികളാണ് ഒരു ബാച്ചിൽ പഠിക്കുന്നത്. 4 വർഷമാണ് കോഴ്സ് കാലാവധി. അംഗീകാരമില്ലാത്ത കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിന് മൂല്യമില്ലാതെ വരുമെന്നും ഇവർക്ക് ആശങ്കയുണ്ട്. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയും ADM വിനോദ് രാജും ചേർന്ന് ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ഭാഗ്യചിഹ്ന പ്രകാശനം നടക്കുമ്പോൾ അതിനെന്നെ തിരഞ്ഞെടുത്തതിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്, എൻ്റെ ഒരു സ്വകാര്യ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, നെഹ്റു ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് എന്നുള്ളത്. ജലപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നിവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ യാതൊരു അതിശയക്തിയുമില്ല. കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരമുണ്ട്. അഹങ്കാരത്തിന് പ്രാപ്തനാക്കിയത് നമ്മളെല്ലാവരും കൂടെയാണ്, അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ്. ആലപ്പുഴയുടെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് മുന്നിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു പ്രകടനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്പെക്ടക്കിൾ തന്നെയാണ് വള്ളംകളി എന്നുള്ളത്. ഈ വർഷത്തെ വള്ളംകളി അതിൻ്റെ ഭാഗ്യചിഹ്നം അനാവരണം ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകത കൂടെ ഉള്ളത്, ആദ്യമായിട്ടാണ് ഒരു വനിത അതിൻ്റെ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് അത് പ്രദർശിപ്പിക്കുന്നത്. ഒരു വലിയ കാര്യം തന്നെയാണ്. പുതിയ വഴികളിലൂടെ പുതിയ ആൾക്കാരെയും അല്ലെങ്കിൽ വനിതകളെയും നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുവാനായിട്ട്, ലോകത്തിന് മുന്നിൽ കാണിക്കുവാനായിട്ട് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് വളരെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഘാടകരോട് അവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചെറിയൊരു സ്വകാര്യ സന്തോഷമുള്ളത്, ഈ ഭാഗ്യചിഹ്നം എന്ന് പറയുന്ന നീലപ്പൊന്മാൻ എന്നുള്ള പേരിൽ എൻ്റെ മുത്തച്ഛനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ ADM വിനോദ് രാജ് അധ്യക്ഷനായിരുന്നു. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. മുഖ്യ അതിഥിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി കുഞ്ചാക്കോ ബോബനെ പൊന്നാട അണിയിച്ചു. NDBR പബ്ലിസിറ്റി കമ്മിറ്റിയുടെ സ്നേഹോപകാരം വിനോദ് രാജ് നൽകി. നീലപ്പൊന്മാൻ എന്ന പേരിൽ മുത്തശ്ശൻ കുഞ്ചാക്കോ 1975 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊന്മാനായത് ഇരട്ടി സന്തോഷം നൽകുന്നതാണെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ വള്ളംകളിയുടെ ഭാഗ്യചിഹ്ന പ്രകാശനത്തിന് പങ്കുകൊള്ളാനായത് തന്റെ ഭാഗ്യമായാണ് കരുതുന്നത്. തന്റെ സിനിമാ ജീവിതത്തിൽ ആലപ്പുഴ വലിയ പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ NDBR സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നയ്ക്കൽ, കൗൺസിലർ സിമി ഷാഫി ഖാൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
ഇത്തവണത്തെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനെ തയ്യാറാക്കിയത് പത്തനംതിട്ട റാന്നി സ്വദേശി KV ബിജിമോളാണ്. ഗ്രാഫിക് ഡിസൈനറാണ് ബിജിമോൾ. മത്സര വിജയി ഒരു വനിതയാകുന്നത് ഇതാദ്യമായാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന 212 എൻട്രികളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. മാവേലിക്കര രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അധ്യാപകരായ VJ റോബർട്ട്, VD ബിനോയ്, ആർട്ടിസ്റ്റ് വിമൽ റോയ് എന്നിവർ അടങ്ങുന്ന പാനലാണ് ഭാഗ്യചിഹ്നം തെരഞ്ഞെടുത്തത്. അരൂർ തൈക്കാട്ടുശ്ശേരിയിൽ പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച് യുവതിയെ ക്രൂരമായി ആക്രമിച്ച പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. BJP പാണാവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിലാവെന്ന 19-കാരിയെ ആക്രമിച്ചത് CPIM പ്രവർത്തകരാണെന്നും പരാതി നൽകിയിട്ടും അന്വേഷണത്തിൽ പോലീസ് തികഞ്ഞ അലംഭാവം കാട്ടുകയാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറണം, സമരം നടത്തിയിട്ട് എന്ന് തീരുമാനിച്ചാൽ അത് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ പോലെ പറയാതെ ചെയ്യുന്ന ആളുകളല്ല. ഇത്ര വലിയ ബന്ദോബസ്തിന്റെ ആവശ്യമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം നടത്തുന്ന ആളുകൾക്കെതിരെ പോലീസ് അധികാരികൾ കരുതേണ്ട കാര്യമില്ല. അകത്ത് കയറണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ 1000 പേര് നിന്നാലും ഞങ്ങൾ 100 പേര് അകത്ത് കയറിയിരിക്കും. ഞങ്ങൾ അകത്ത് കയറണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരമല്ല. ഈ സമരം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ കുറഞ്ഞ ആളുകൾ ഞങ്ങൾ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് CPIM പോലീസ് ധാരണയുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. അക്രമത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ കാലതാമസം വരുത്തിയതുപോലെ പ്രതിയെ പിടികൂടാനും വൈകിയാൽ തുടർ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന് ചികിത്സാ ധനസഹായം കൈമാറി. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 9-ാം വാർഡ് കഞ്ഞിപ്പാടം ജോമോൻ നിവാസിൽ ജോമോന്റെ ചികിത്സയ്ക്കായാണ് ചികിത്സാ സഹായ സമിതി സമാഹരിച്ച തുക കൈമാറിയത്. കഴിഞ്ഞ 20-ന് കഞ്ഞിപ്പാടം അയ്യൻകാളി ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ജോമോൻ സഞ്ചരിച്ച ബൈക്ക് സൈക്കിളുമായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ജോമോന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ 2 തവണ ശസ്ത്രക്രിയ നടത്തി. ക്യാൻസർ ബാധിതനായ കഞ്ഞിപ്പാടത്തെ യുവാവിനായി ചികിത്സാ സഹായ സമിതി സമാഹരിച്ച ധനസഹായത്തിൽ നിന്നും മിച്ചം വന്ന തുകയിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് ജോമോന്റെ ചികിത്സയ്ക്കായി നൽകിയത്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ് വീട്ടിലെത്തി തുക കൈമാറി. ജോമോൻ നിവാസിൽ ജോമോൻ്റെ അമ്മ അവരുടെ മകന് അപകടമുണ്ടാവുകയും ലക്ഷോർ ആശുപത്രിയിൽ വലിയ തുക ചികിത്സയ്ക്കാവുകയും ചെയ്തു എന്നതിനെ കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ നൽകുകയുണ്ടായി. ആ അപേക്ഷ ജീവൻ രക്ഷാ സമിതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ജോമോന് ചികിത്സയ്ക്ക് ആവശ്യമായി 1 ലക്ഷം രൂപ നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തുക ഇപ്പോൾ ഇവിടെ വെച്ച് കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും സംഘടനകളും സമുദായ സംഘടനകളും അടക്കം വിവിധങ്ങളായിട്ടുള്ള ചികിത്സാ പിരിവുകൾ നടത്തുകയും കൃത്യമായി എല്ലാ രോഗികൾക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമായ തുക വിനിയോഗിക്കുകയും മിച്ചം വരുന്ന തുക അത് അടുത്ത ആരെങ്കിലും ആവശ്യക്കാരായി വരുന്നവർക്ക് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് ഇതിനു മുമ്പും തുടർന്നു പോന്നിട്ടുള്ളത്. അത് ആ ജീവൻ രക്ഷാ സമിതി എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് ആർക്കാണോ കൈമാറേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരായ PM ദീപ, P. രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പ്രദീപ് D. സജിത്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രജിത് കാരിക്കൽ, ജയപ്രകാശ്, അനിത, വ്യാകുലമാതാ ചർച്ച് പ്രതിനിധി TT വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. പുളിങ്ങുന്ന ജങ്കാർ സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഈ ആവശ്യമുന്നയിച്ച് നടത്തിയ ധർണാ സമരം സംഘടനാ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അത്ഭുതം തോന്നാറുണ്ട്. ഭരിക്കുന്ന പാർട്ടിയുടെ വാർഡ് മെമ്പർ കാണും, ഭരിക്കുന്ന പാർട്ടിയുടെ പഞ്ചായത്ത് കാണും, ഭരിക്കുന്ന പാർട്ടിയുടെ MLA കാണും, പ്രതിപക്ഷം കാണും. ചിലപ്പോൾ ഒരു പ്രതിപക്ഷം വിചാരിച്ചാൽ നടക്കാത്തത് ഭരിക്കുന്ന പാർട്ടിക്കാർ വിചാരിച്ചാൽ നടക്കേണ്ടതല്ലേ? നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം എന്തെല്ലാം പ്രശ്നങ്ങൾ ഘോരഘോരമായിട്ട് 5 വർഷം കഴിയുമ്പോഴാണല്ലോ ഇവരെല്ലാം നമ്മളെ കാണാൻ വരുന്നത്, അല്ലേ? സാധാരണക്കാരന്റെ വോട്ട് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട, അവർക്ക് സഹായിക്കേണ്ട ഉത്തരവാദിത്തം അത് ആർക്കുള്ളതാണ്? എന്റെ വീട്ടിൽ വരെ വന്നിട്ടുണ്ട് ഇവിടുത്തെ പല നേതാക്കന്മാരും സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ ആരോടും സഹായിക്കാനല്ല പറഞ്ഞത്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു പിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ വീടുകളിൽ പിരിക്കാൻ വേണ്ടി വരും. അത് പിരിവെന്ന് കാണരുത്.
പക്ഷെ ആ പിരിവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രയാസങ്ങൾ അവരോട് നമ്മൾ നേരിട്ട് പറയും. സ്ഥലത്തെ ജനപ്രതിനിധികൾ വേണ്ട സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ജങ്ക സർവീസ് നിർത്തലാക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ലെന്ന് പ്രകാശ് ചെന്നിത്തല പറഞ്ഞു. ധർണാ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അനിൽ തോമസ് പൊന്നൻവാടയിൽ അധ്യക്ഷനായിരുന്നു. ദേശീയ ട്രഷറർ MVG നായർ, വൈസ് പ്രസിഡന്റ് രാജു കെ തോമസ്, സംസ്ഥാന ട്രഷറർ യോഹന്നാൻ തരകൻ, വനിതാ ഓർഗനൈസർ അജിത ബിനു, എക്സിക്യൂട്ടീവ് അംഗം രാധാ മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജിപ്സ ബീഗം, അംബികാദേവി, PRO മാത്യു കാഞ്ഞിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ജങ്ക സർവീസ് അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തോമസ് കെ തോമസ് MLA അറിയിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം മണികണ്ഠവയൽ ജോൺ പാറയിൽ ഗ്രന്ഥശാല വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന പുസ്തക സമാഹരണ ക്യാമ്പയിന് തുടക്കമായി. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലൂടെ 1000 പുസ്തകങ്ങൾ സമാഹരിക്കുകയാണ് വായനശാലയുടെ ലക്ഷ്യം. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ രാജ അബ്ദുൾ ഖാദറിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി തൃക്കൊടിത്താനം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി V രതീഷ് പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വന്തമായി രചന നിർവഹിച്ചതുൾപ്പെടെ 50ഓളം പുസ്തകങ്ങളാണ് രാജ അബ്ദുൾ ഖാദർ വായനശാലയ്ക്ക് സംഭാവന നൽകിയത്. ഞാൻ എഴുതിയ 2 പുസ്തകങ്ങളാണ് ഒറ്റച്ചിറകുള്ള പക്ഷി. ഈ ഒറ്റച്ചിറകുള്ള പക്ഷി എന്ന പുസ്തകത്തിന് എനിക്ക് അക്ഷരതൂലിക പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കോട്ടയം. ഒന്ന് ഇത് ഒറ്റയായൂരിക്ക് സൂര്യന് ഒറ്റയായൂർ മംഗളം പത്രാധിപര് MC വർഗീസിന്റെ പേരിലുള്ള മലയാള സാഹിത്യ അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷമുണ്ട്, ഇതിനകത്തെ 2 കവിത തുഞ്ചൻ സർവകലാശാലയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പാഠ്യപദ്ധതിയിലേക്ക് കൊടുത്തിട്ടില്ല. അത് നിങ്ങളെല്ലാം പാത്തില്ല. അപ്പോൾ അതുകൂടി ഞാൻ അദ്ദേഹത്തിലേക്ക് സമർപ്പിക്കും. വായനശാല പ്രസിഡന്റ് TK സുനിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രഞ്ജിത്ത് രവീന്ദ്രൻ, വനിതാവേദി സെക്രട്ടറി നിഷ V ദേവൻ എന്നിവർ സംസാരിച്ചു. മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ പടിഞ്ഞാറേ കൊട്ടാരം 4 കെട്ടിന് തീപിടിച്ചു. പ്രദേശവാസികളുടെ സമയോചിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മങ്കൊമ്പ് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം 4 കെട്ടിൽ തീപിടുത്തമുണ്ടായത്. ക്ഷേത്രത്തിലേക്ക് വന്ന ചിലരാണ് മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സമീപവാസികളെ വിവരമറിയിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാർ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും വീട്ടുപകരണങ്ങൾ അടക്കം പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് ചങ്ങനാശ്ശേരി, തകഴി അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. പുളിങ്ങുന്ന് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. രാമസ്വാമി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ഇപ്പോൾ മങ്കൊമ്പ് ക്ഷേത്രത്തിലെ കീഴ്ശാന്തി രതീഷ് ഭട്ടും മാതാവുമാണ് താമസിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം ക്ഷേത്രത്തിലായിരുന്നു. ഉറക്കത്തിലായിരുന്ന അമ്മ അഗ്നിബാധയുണ്ടായത് അറിഞ്ഞിരുന്നില്ല. ഓടിക്കൂടിയ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിലാണ് വലിയ ദുരന്തം ഒഴിവായത്. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് സംശയം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6690 രൂപ, പവന് 53,520 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.